Extrinsic and intrinsic pathways of apoptosis. അപ്പോട്ടോസിസിൻ്റെ മോളിക്കുലാർ സിഗ്നലിംഗ് പാത്വേസ് ആണ് എക്സ്ട്രിൻസിക് പാത്വേ ആൻഡ് ഇൻട്രിൻസിക് പാത്വേ. അപ്പോൾ ഈ സെഷനിൽ ഈ രണ്ട് മെക്കാനിസത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ ഒരു സെല്ല് അപ്പോട്ടോസിസിന് വിധേയമാകുമ്പോൾ ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നലിംഗ് പ്രോസസ്സ് രണ്ട് രീതിയിൽ സംഭവിക്കാം. എക്സ്ട്രിൻസിക് പാത്വേ വഴി അല്ലെങ്കിൽ ഇൻട്രിൻസിക് പാത്വേ വഴി. എക്സ്ട്രിൻസിക് പാത്വേക്ക് വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് ഇനീഷ്യേറ്റഡ് ആകുന്നത് സെല്ലിൻ്റെ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിന്നാണ്. ഇൻട്രിൻസിക് പാത്വേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നലിംഗ് പ്രോസസ്സ് സെല്ലിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ തന്നെയാണ് ഇനീഷ്യേറ്റഡ് ആകുന്നത്. ഏത് പാത്വേ ആണെന്ന് പറഞ്ഞാലും അപ്പോട്ടോസിസിൻ്റെ ജനറൽ മെക്കാനിസം സെയിം തന്നെയാണ്. അതായത് ഒരു സെല്ലിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റഡ് ആകുന്നത് ഒരേപോലെ തന്നെയാണ്. അതായത് നോർമൽ സെല്ലിൽ അപ്പോട്ടോസിസ് സംഭവിക്കുമ്പോഴേക്കിന് അതിനകത്തുള്ള DNA കണ്ടൻസ്ഡ് ആകുന്നു, ന്യൂക്ലിയസും അതുപോലെ തന്നെ ഓർഗനൽസും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് മാറുന്നു, ബ്ലെബിംഗ് ഫോർമേഷൻ ഉണ്ടാവുന്നു, ആ അപ്പോട്ടോട്ടിക് ബോഡീസ് ആയിട്ട് ഓരോരോ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് മാറുന്നു. ആ അപ്പോട്ടോട്ടിക് ബോഡീസ് പിന്നീട് മാക്രോഫേജസ് പോലെയുള്ള സെൽസ് ഫാഗോസൈറ്റോസിസിന് വിധേയമാക്കി അതിനെ എൻഗൾഫ് ചെയ്ത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സിഗ്നലിംഗ്, ഡെത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിംഗ് എക്സ്ട്രിൻസിക് പാത്വേ വഴി അല്ലെങ്കിൽ ഇൻട്രിൻസിക് പാത്വേ വഴിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യാം. ദ എക്സ്ട്രിൻസിക് പാത്വേ ഈസ് ഇനീഷ്യേറ്റഡ് ത്രൂ ദ സ്റ്റിമുലേഷൻ ഓഫ് ദ ട്രാൻസ്മെംബ്രെയിൻ ഡെത്ത് റിസപ്റ്റേഴ്സ് ലൊക്കേറ്റഡ് ഓൺ ദ സെൽ മെംബ്രെയിൻ. ഇപ്പോൾ സെൽ മെംബ്രെയിൻ്റെ അപ്പോട്ടോസിസിന് വിധേയമാകുന്ന പാർട്ടിക്കുലർ സെല്ലിൻ്റെ സെൽ മെംബ്രെയിനിലുള്ള ട്രാൻസ്മെംബ്രെയിൻ ഡെത്ത് റിസപ്റ്റേഴ്സ് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഫാക്ടേഴ്സ് കൊണ്ട് സ്റ്റിമുലേറ്റഡ് ആകുക എന്നുള്ളതാണ് എക്സ്ട്രിൻസിക് പാത്വേയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഇനീഷ്യേഷൻ പ്രോസസ്സ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. സെല്ലിൻ്റെ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിന്ന് സിഗ്നൽസ് വരും. ആ സിഗ്നൽസ് ട്രാൻസ്മെംബ്രെയിൻ ഡെത്ത് റിസപ്റ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിനകത്ത് സിഗ്നലിംഗ് കാസ്കേഡ്സ് ഉണ്ടാക്കും. ഇനി ഇൻട്രിൻസിക് പാത്വേ ആണെങ്കിൽ it is initiated through the release of signal factors by mitochondria within the cell. അപ്പോൾ സെല്ലുലാർ സ്ട്രെസ് പോലെയുള്ള കണ്ടീഷൻസിനെ സെല്ല് ഡിറ്റക്ട് ചെയ്തിട്ട് മൈറ്റോകോൺട്രിയയിൽ നിന്ന് ഡെത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സും റിലീസ്ഡ് ആവും. അങ്ങനെയാണ് ഇൻട്രിൻസിക് പാത്വേയിൽ ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നലിംഗ് ഇനീഷ്യേറ്റഡ് ആകുന്നത്. അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേയിൽ സിഗ്നൽസ് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിന്നാണ് ഇനീഷ്യേറ്റഡ് ആകുന്നത്. ഇൻട്രിൻസിക് പാത്വേയിൽ അങ്ങനെയല്ല, സെല്ലിനകത്ത് തന്നെയാണ് ആ ഡെത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നലിംഗ് ഇനീഷ്യേറ്റഡ് ആകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് എക്സ്ട്രിൻസിക് പാത്വേ ഇൻട്രിൻസിക് പാത്വേയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുമ്പോഴേക്കിന്, അല്ലെങ്കിൽ അപ്പോട്ടോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രോട്ടീൻ കാറ്റഗറിയാണ് കാസ്പേസസ് എന്ന് പറയുന്നത്. അപ്പോൾ കാസ്പേസ് എന്ന് പറയുന്നത് എൻസൈംസ് ആണ്, ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ്, എ ഫാമിലി ഓഫ് പ്രോട്ടിയസ് എൻസൈംസ് പ്ലേയിങ് എസെൻഷ്യൽ റോൾ ഇൻ അപ്പോട്ടോസിസ്. അപ്പോട്ടോസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഉള്ള പ്രോട്ടിയസ് എൻസൈംസ് ആണ് കാസ്പേസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കാസ്പേസ് 3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു സെല്ലിനകത്തുള്ള കണ്ടൻസിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് കാസ്പേസ് 3 ആണ്. അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേ ഉപയോഗിച്ചും ഇൻട്രിൻസിക് പാത്വേ ഉപയോഗിച്ചിട്ടും ഫൈനലായിട്ട് ആക്ടിവേറ്റഡ് ആകുന്ന എൻസൈം എന്ന് പറയുന്നത് കാസ്പേസ് 3 ആണ്. കാസ്പേസ് 3 ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കും. അപ്പോൾ കാസ്പേസസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എന്താണ് എക്സ്ട്രിൻസിക് പാത്വേ എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. In the extrinsic pathway, signal molecules known as ligands, which are released by other cells, bind to transmembrane death receptors on the target cells to induce apoptosis. അപ്പോൾ ഈ പർട്ടിക്കുലർ പാത്വേയിൽ സിഗ്നൽസ് എന്ന് പറയുന്നത്, ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നൽസ് എന്ന് പറയുന്നത് അപ്പോട്ടോസിസിന് വിധേയമാകുന്ന സെല്ലിൻ്റെ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയുള്ള സിഗ്നലിംഗ് മോളിക്യൂൾസ്, ലിഗാൻഡ്സ്, ഈ അപ്പോട്ടോസിസിന് വിധേയമാകുന്ന സെല്ലിൻ്റെ ട്രാൻസ്മെംബ്രെയിൻ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ട്രാൻസ്മെംബ്രെയിൻ റിസപ്റ്റേഴ്സുമായിട്ടുള്ള ബൈൻഡിങ് പ്രോസസ്സ് സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിൽ ഉള്ള പലതരത്തിലുള്ള പ്രോട്ടീൻസിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നു. ഫൈനലായിട്ട് കാസ്പേസ് 3 ആക്ടിവേറ്റഡ് ആകുന്നു, സെല്ല് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് പ്രോസസ്സ്. ആ പ്രോസസ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എക്സ്ട്രിൻസിക് പാത്വേ വഴി എങ്ങനെയാണ് അപ്പോട്ടോസിസ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാറ്റിക് ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്.
ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് അപ്പോട്ടോസിസിന് വിധേയമാകുന്ന സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഈ ലൈന് സ്ക്രീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് അതിൻ്റെ താഴെ വരുന്ന പോർഷനാണ്, അതായത് ഇവിടെ മൗസ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പോർഷൻ. അത് അപ്പോട്ടോസിസിന് വിധേയമാകുന്ന ആ പർട്ടിക്കുലർ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ വെളിയിലുള്ള ഭാഗം, മുകളിലുള്ള ഭാഗം എന്ന് പറയുന്നത് സെല്ലിൻ്റെ ഔട്ട്സൈഡ് എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസ്മെംബ്രെയിൻ ഡെത്ത് റിസപ്റ്ററിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫാസ് റിസപ്റ്റർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ ഫാസ് റിസപ്റ്ററിലേക്ക് ഒരു പർട്ടിക്കുലർ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നതാണ് അപ്പോട്ടോസിസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ആ ബൈൻഡിങ് ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് സെല്ലിൻ്റെ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ എക്സ്ട്രിൻസിക് പാത്വേ എന്ന് വിളിക്കുന്നത്. ഇപ്പം നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയുന്ന ഇമ്മ്യൂൺ സെൽസ് ഉണ്ട്. ഈ ഇമ്മ്യൂൺ സെൽസ് ഈ ഫാസ് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലിഗാൻഡിനെ അതിൻ്റെ സർഫസിൽ എക്സ്പ്രസ് ചെയ്യും. ദാറ്റ് ലിഗാൻഡ് ഈസ് നോൺ ആസ് ഫാസ് ലിഗാൻഡ്. അപ്പോൾ ഈ ഫാസ് ലിഗാൻഡ് ഫാസ് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പർട്ടിക്കുലർ ലിഗാൻഡാണ്. അപ്പോൾ നാച്ചുറൽ കില്ലർ സെൽസ് ഈ ഫാസ് ലിഗാൻഡിനെ എക്സ്പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഫാസ് ലിഗാൻഡ് ഫാസ് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതാണ് ആദ്യത്തെ അപ്പോട്ടോസിസിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന എക്സ്ട്രിൻസിക് പാത്വേയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം, ഫാസ് ലിഗാൻഡും ഫാസ് റിസപ്റ്ററും തമ്മിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ബൈൻഡിങ് പ്രോസസ്സ് അപ്പോട്ടോസിസിന് വിധേയമാകുന്ന സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിൽ പലതരത്തിലുള്ള റിസപ്റ്ററിൻ്റെയും അഗ്രിഗേഷന് കാരണമാകും. ഇപ്പോൾ ഇവിടെ ഈ റിസപ്റ്റേഴ്സ് സർഫസിൽ വന്ന് അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ദിസ് അഗ്രിഗേഷൻ പ്രോസസ് recruits adapter protein molecules on the cytoplasmic domain of the apoptotic cell. അപ്പോൾ ഇങ്ങനെ റിസപ്റ്റേഴ്സ് അഗ്രിഗേറ്റ് ചെയ്യുന്നത് കൊണ്ട്, ഫാസ് റിസപ്റ്ററും ഫാസ് ലിഗാൻഡും തമ്മിൽ ബൈൻഡ് ചെയ്തതുകൊണ്ട് സർഫസിൽ പലതരത്തിലുള്ള റിസപ്റ്റേഴ്സ് അഗ്രിഗേറ്റ് ചെയ്തതുകൊണ്ട് സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിൽ ഒരു അഡാപ്റ്റർ പ്രോട്ടീൻ മോളിക്യൂള് ആക്ടിവേറ്റഡ് ആവും. That protein molecule is known as FADD, Fast Associated Death Domain Protein. ഈ FADD ആക്ടിവേറ്റഡ് ആകുമ്പോൾ അത് വേറൊരു പ്രോട്ടീനെ അല്ലെങ്കിൽ വേറൊരു എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. ദാറ്റ് എൻസൈം ഈസ് നോൺ ആസ് കാസ്പേസ് 8. അപ്പോൾ കാസ്പേസ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പ്രോട്ടിയേസ് എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന എൻസൈംസ് ആണ്. അപ്പോൾ കാസ്പേസ് 8 ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അത് പിന്നീട് അറിയപ്പെടുന്നത് ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നൽ കോംപ്ലക്സ് എന്നാണ്. കാസ്പേസ് 8 ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നൽ കോംപ്ലക്സ്. അപ്പോൾ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള കാസ്പേസ് 8 ഇറ്റ് വിൽ നൗ ആക്ടിവേറ്റ് കാസ്പേസ് 3. അതായത് കാസ്പേസ് 3യെ ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നൽ കോംപ്ലക്സ് ആക്ടിവേറ്റ് ചെയ്യിക്കും. അപ്പോൾ കാസ്പേസ് 3 ആണ് ഫൈനൽ ആയിട്ടുള്ള ഇഫക്റ്റർ പ്രോട്ടീൻ. അതായത് സെല്ലുലാർ കണ്ടൻസിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഓവറോൾ സെല്ലിൻ്റെ ഡിസിൻറ്റഗ്രേഷന് കാരണമാകുന്നത് ആരാണ്? കാസ്പേസ് 3 ആണ്. അപ്പോൾ കാസ്പേസ് 3 ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ഇനി സെല്ലിൻ്റെ ഡിഗ്രഡേഷൻ സംഭവിക്കും. അപ്പോൾ ഇതുവഴിയാണ്, ഈ മെക്കാനിസം വഴിയാണ് എക്സ്ട്രിൻസിക് പാത്വേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ്, ഫാസ് റിസപ്റ്ററുമായിട്ട് നാച്ചുറൽ കില്ലർ സെൽസ് എക്സ്പ്രസ് ചെയ്യുന്ന ഫാസ് ലിഗാൻഡ് ബൈൻഡ് ചെയ്യുന്നു. ആ ഫാസ് ലിഗാൻഡിൻ്റെ ബൈൻഡിങ് അപ്പോട്ടോസിസിന് വിധേയമാകുന്ന സെല്ലിൻ്റെ സർഫസിൽ പലതരത്തിലുള്ള പ്രോട്ടീൻ റിസപ്റ്റേഴ്സിൻ്റെ അഗ്രിഗേഷന് കാരണമാകുന്നു. ഈ അഗ്രിഗേഷൻ പ്രോസസ്സ് ഇൻറ്റേർണലായിട്ട്, അതായത് അപ്പോട്ടോസിസിന് വിധേയമാകുന്ന സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിൽ ഒരു പർട്ടിക്കുലർ അഡാപ്റ്റർ പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആ പ്രോട്ടീന് പറയുന്ന പേരാണ് FADD, ഫാസ്റ്റ് അസോസിയേറ്റഡ് ഡെത്ത് ഡൊമൈൻ പ്രോട്ടീൻ. ഈ FADD ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അത് കാസ്പേസ് 8 എന്ന് പറയുന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. ആക്ടിവേറ്റഡ് ആയിട്ടുള്ള കാസ്പേസ് 8 ആണ് ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നൽ കോംപ്ലക്സ്, DISC. ഡെത്ത് ഇൻഡ്യൂസിങ് സിഗ്നൽ കോംപ്ലക്സ് കാസ്പേസ് 3യെ ആക്ടിവേറ്റ് ചെയ്യും. കാസ്പേസ് 3 ആണ് ഫൈനൽ ആയിട്ടുള്ള എഫക്റ്റർ പ്രോട്ടീൻ. അത് സെല്ലിൻ്റെ ഡിഗ്രഡേഷന് കാരണമാകും. ഇൻട്രിൻസിക് പാത്വേ. അപ്പോൾ
എക്സ്ട്രിൻസിക് പാത്വേ പോലെ തന്നെ ഇൻട്രിൻസിക് പാത്വേ മെക്കാനിസം ഉപയോഗിച്ച് എങ്ങനെയാണ് അപ്പോട്ടോസിസിന് ഒരു പർട്ടിക്കുലർ സെല്ല് വിധേയമാകുന്നത് എന്നുള്ളതാണ് നമുക്കിനി അനലൈസ് ചെയ്യേണ്ടത്. The intrinsic pathway is triggered by cellular stress, specifically mitochondrial stress caused by factors such as DNA damage and heat shock. അപ്പോൾ ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഏജൻസി എന്ന് പറയുന്നത്, ഡെത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആകുന്നത് സെല്ലുലാർ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോഴാണ്. DNA ഡാമേജ്, ഹീറ്റ് ഷോക്ക് പോലെയുള്ള സെല്ലുലാർ സ്ട്രെസ്സിന് ഒരു പർട്ടിക്കുലർ സെല്ല് വിധേയമാകുമ്പോഴേക്കിന് മൈറ്റോകോൺട്രിയ സർട്ടൻ ഡെത്ത് ഇൻഡ്യൂസിങ് ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഫൈനലായിട്ട് കാസ്പേസ് 3യെ ആക്ടിവേറ്റ് ചെയ്യും, ഫൈനലായിട്ട് സെല്ല് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ മെക്കാനിസം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റെക്ടാങ്കുലർ ആയിട്ടുള്ളൊരു ബോക്സ് കാണിച്ചിട്ടുണ്ട്. അത് ഒരു പർട്ടിക്കുലർ അപ്പോട്ടോസിസിന് വിധേയമാകുന്ന സെല്ലിൻ്റെ പ്ലാസ്മ മെമ്പറൈൻ അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറി ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗനലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെല്ലുലാർ സ്ട്രെസ്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ സെല്ലുലാർ സ്ട്രെസ്സ് DNA ഡാമേജ് ആകാം, ഹീറ്റ് ഷോക്ക് ആകാം. അപ്പോൾ ഇതുപോലുള്ള സ്ട്രെസ്ഫുൾ കണ്ടീഷൻ സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ആ സെല്ലിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ ആ സെല്ലിൽ പിന്നീട് ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, DNA ഡാമേജുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡോട്ടർ സെൽസിൽ മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സെൽസ് അപ്പോട്ടോസിസിന് വിധേയമാകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ട്രെസ്സ് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെല്ലുലാർ സ്ട്രെസ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻ, പ്രോ അപ്പോട്ടോട്ടിക് പ്രോട്ടീൻസ് ആണ് ഉള്ളത്. ബാക്സ് ആൻഡ് ബിഡ്, BAX ആൻഡ് BID. ഈ രണ്ട് പ്രോട്ടീൻസിനെ പ്രോ അപ്പോട്ടോട്ടിക് പ്രോട്ടീൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സൈറ്റോപ്ലാസത്തിനകത്ത് ഈ രണ്ട് പ്രോട്ടീൻസ് ആക്ടിവേറ്റഡ് ആവും. ഈ പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത, ഇവയ്ക്ക് മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ അവ മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിനുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിനിൽ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകണം. അതാണ് ഉദ്ദേശം. പക്ഷേ ഈ ബാക്സ്, ബിഡ് ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് മാത്രം മൈറ്റോകോൺട്രിയയുടെ ഡിസിൻറ്റിഗ്രേഷൻ നടക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടി അഡീഷണലായിട്ട് മൈറ്റോകോൺട്രിയയ്ക്കുള്ളിൽ നിന്ന് തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രോ അപ്പോട്ടോട്ടിക് പ്രോട്ടീൻ ഉണ്ട്, ബാക്ക് എന്ന് പറയും. ആ പർട്ടിക്കുലർ പ്രോട്ടീനും ആ സമയത്ത് ആക്ടിവേറ്റഡ് ആവും. അപ്പം ബാക്സ് ബിഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ബൈൻഡിങ്, ബാക്സ് ബിഡിൻ്റെ ബൈൻഡിങ് ബാക്കിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ മൈറ്റോകോൺട്രിയ ഡിസിൻറ്റിഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ മൈറ്റോകോൺട്രിയയിലുള്ള സൈറ്റോക്രോം സിയും അതുപോലെ തന്നെ കണ്ടൻസും റിലീസ്ഡ് ആവുന്നു. സൈറ്റോക്രോം സി ആൻഡ് കണ്ടൻസ് ഓഫ് ദ മൈറ്റോകോൺട്രിയ വിൽ ഗെറ്റ് റിലീസ്ഡ് ഡ്യൂ ടു ദ ബൈൻഡിങ് ഓഫ് ബാക്സ്, ബിഡ് ആൻഡ് ബാക്ക്. അപ്പോൾ സൈറ്റോക്രോം സിയും അതുപോലെ തന്നെ കണ്ടൻസും സൈറ്റോപ്ലാസത്തിലേക്ക് ഇപ്പം റിലീസ്ഡ് ആയിട്ടുണ്ട്. ഇനി ഈ സൈറ്റോക്രോം സി ATPയും APAF1 എന്ന് പറയുന്ന ഒരു എൻസൈമുമായിട്ട് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. APAF1 എന്ന് പറയുന്നത് അപ്പോട്ടോട്ടിക് പ്രോട്ടിയേസ് ആക്ടിവിറ്റി ഫാക്ടറാണ്. അപ്പോൾ അതും ഒരു കാസ്പേസ് പോലെ തന്നെയുള്ള പ്രോട്ടിയേസ് തന്നെയാണ്, ഒരു എൻസൈമാണ്. അതുമായിട്ട് സൈറ്റോക്രോം സി വിത്ത് ATP കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ബാക്സ് ബിഡ് ബാക്കിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് മൈറ്റോകോൺട്രിയയിലുള്ള സൈറ്റോക്രോം സിയും അതുപോലെ തന്നെ കണ്ടൻസും ഇപ്പോൾ സൈറ്റോപ്ലാസത്തിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ റിലീസ് ചെയ്ത സൈറ്റോക്രോം സി ATP ആയിട്ടും അതുപോലെ തന്നെ APAF ആയിട്ടും ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഈ കോംപ്ലക്സ് ഫോർമേഷൻ കാസ്പേസ് 9 എന്ന് പറയുന്ന പ്രോട്ടിയേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. കാസ്പേസ് 9 കാസ്പേസ് 3യെ അവസാനം ആക്ടിവേറ്റ് ചെയ്യും ത്രൂ എ കാസ്കേഡ് ഓഫ് റിയാക്ഷൻസ്. അപ്പോൾ കാസ്പേസ് 3 ആക്ടിവേറ്റഡ് ആയി ഫൈനലി ഇഫക്റ്റർ പ്രോട്ടീൻ ആണ്. അപ്പോൾ സെല്ലിൻ്റെ ഡിഗ്രഡേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻട്രിൻസിക് പാത്വേ വഴിയുള്ള മെക്കാനിസം, സിഗ്നലിംഗ് മെക്കാനിസം. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോട്ടോസിസിന് വിധേയമാകുന്ന ആ പർട്ടിക്കുലർ സെല്ലിനകത്ത് സെല്ലുലാർ സ്ട്രെസ്സ് ഉണ്ടാകുന്നു.
അതാണ് അപ്പോട്ടോസിസിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഫാക്ടർ. DNA ഡാമേജ് ആകാം, ഹീറ്റ് ഷോക്ക് ആകാം. അപ്പോൾ സെല്ലുലാർ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കുന്ന പ്രോ അപ്പോട്ടോട്ടിക് പ്രോട്ടീൻസ് ആണ് ബാക്സ് ബിഡ്, BAX ആൻഡ് BID. ഇത് രണ്ടും സൈറ്റോപ്ലാസ്മിക് ഡൊമൈനിൽ ആക്ടിവേറ്റഡ് ആയി അവ രണ്ടും മൈറ്റോകോൺട്രിയയുടെ സർഫസിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. ഈ ബൈൻഡിങ് മൈറ്റോകോൺട്രിയക്കകത്ത് ഒരു പ്രോ അപ്പോട്ടോട്ടിക് പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ബാക്ക്. അപ്പോൾ ബാക്സ് ബിഡ് ബാക്കിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് മൈറ്റോകോൺട്രിയയിലുള്ള കണ്ടൻസ് റിലീസ്ഡ് ആവുന്നു. സൈറ്റോക്രോം സിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടൻസ് എല്ലാം സൈറ്റോപ്ലാസത്തിലേക്ക് റിലീസ്ഡ് ആവുന്നു. ഈ റിലീസ്ഡ് ആയിട്ടുള്ള സൈറ്റോക്രോം സി ATP ആയിട്ടും അതുപോലെ തന്നെ ഒരു പ്രോട്ടിയേസ് APAF എന്ന് പറയുന്ന ഒരു പ്രോട്ടിയേസ്, അപ്പോട്ടോട്ടിക് പ്രോട്ടിയേസ് ആക്ടിവിറ്റി ഫാക്ടർ 1 എന്ന് പറയുന്ന എൻസൈമുമായിട്ടും ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഈ കോംപ്ലക്സ് ഫോർമേഷൻ കാസ്പേസ് 9നെ ആക്ടിവേറ്റ് ചെയ്യുന്നു. കാസ്പേസ് 9 ഫൈനലായിട്ട് കാസ്പേസ് 3യെ ആക്ടിവേറ്റ് ചെയ്ത് സെല്ലിൻ്റെ ഡിഗ്രഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇൻട്രിൻസിക് പാത്വേ. അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേക്കകത്തുള്ള സിഗ്നലിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റഡ് ആകുന്നത് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിൽ നിന്നാണ്. പക്ഷേ ഇൻട്രിൻസിക് പാത്വേയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡെത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് ആ സെല്ലിനകത്ത് തന്നെയുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ നിന്നാണ് ഇനീഷ്യേറ്റഡ് ആകുന്നത്.